മാനം കാത്തോളെ. എന്താണ് പുള്ളേ അടുപ്പ തരിയിടണ്ടെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണേ? എന്തോ വെറുതെ ഇസഹാക്കിന്റെ കയ്യങ്ങ് കോരി തരിപ്പിക്കല്ലേ? ഇസഹാക്കിന്റെ വീട്ടിൽ മേലെ എന്തായാലും കൊണ്ട് പങ്കായം പിടിക്കണ കയ്യും പന്ത് കളിക്കണ കാലും വെച്ച് നിന്റെ അടിവയറ്റിൽ താങ്ങ് താങ്ങിയാലുണ്ടല്ല ചെകിള പറിച്ച അയല മീൻ കിടന്ന് പിടയ്ക്കണ പോലെ പടപടിക്കും. രാജാ ഫൗള് കാണിക്കാനാണെങ്കിൽ നിന്നെ കളിയിൽ ഞാൻ പുറത്താക്കും. മുമ്പേ ഞാൻ പറഞ്ഞതാ. എന്റെ സാറേ ഞാൻ ബോൾ എടുക്കാൻ നോക്കിയാണ്, അല്ലാണ്ട് ഫൗളൊന്നും അല്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. ഇവിടെ നിന്ന് ബീച്ച് 11 ഫ്രീ കിക്ക് എടുക്കും. നീ ഒക്കെ അങ്ങോട്ട് മാറിക്കേ. എന്താ സാറ്? ഞാനാ പറഞ്ഞ മാറിക്കേ. അച്ഛൻ നമ്മൾ വേളാൻ കണ്ടില്ലേ? ഇസഹാക്കിന്റെ അപ്പൻ അയാൾ വഞ്ചി എടുത്തോണ്ട് കടലിൽ പോയിരിക്കുകയാണ്. മരിച്ചുപോയ ഇസഹാക്കിന്റെ അമ്മച്ചെ കടൽ കാണിക്കാൻ പോണെന്ന് പറഞ്ഞാ വാശി പിടിച്ച. ഈശോയെ, നീ എന്തിനാടി കൊച്ചെ ചിരിക്കണത്? നമ്മുടെ മോൻ ചെറുക്കൻ നമ്മളെയും തിരക്കി വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തല്ലേ നീ ഈ ചിരിക്കണത്? അതിനെനിക്ക് അവനെ പേടിയൊന്നുമില്ലടി പെണ്ണേ. എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നാലേ നിക്കറഴിച്ച് ചന്തിയിൽ നല്ല പെട കൊടുക്കും ഞാൻ. മീശ വെച്ച തടിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടാ. ഇവിളിതെവിടെ പോയി? ആരോട് ചോദിച്ചിട്ടാ വഞ്ചി എടുത്ത് കടലിലിറങ്ങിയ? ആരോടും ചോദിച്ചില്ല. ചോദിക്കാതെ പിന്നെ അപ്പനാണെന്ന് നോക്കല്ലോ, ഒറ്റ കിറങ്ങി ഞാൻ തരും. മേലാൽ ഇതുപോലുള്ള തോന്നിയാസം കാണിക്കോ? മൂപ്പീന്തിനോടല്ലേ ചോദിച്ചേ? ഇല്ല. ഇത് കണ്ടല്ല, ഇത് വെച്ചൊരു കിറങ്ങ് കീറിയാലേ 3-ാം ദിവസം പൈത്തങ്ങ് കയറിയെന്നിരിക്കും. മൂപ്പിന്ന് വെറുതെ എന്റെ കയ്യിൽ കോരിത്തരിപ്പ് ഉണ്ടാക്കരുത് കേട്ടാ. എന്നാ വന്ന് വഞ്ചി കയറ്. കയറാൻ അതെത്തി കേട്ടാ. ഇടുപിള്ളച്ചാ ദേ വേളാങ്കണ്ണി തിരിച്ചു വരണുണ്ട് കേട്ടോ. അടി അടി. കൊച്ചൗദേ കടൽ കാണിക്കലൊക്കെ കഴിഞ്ഞായിരുന്നാ? അതെ, അത്ര വലിയ ദേഷ്യമൊന്നും വേണ്ട. ഇനി ഇങ്ങനെ സർക്കിറ്റിന് ഇറങ്ങിയാൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി മുറിയിലിട്ട് പൂട്ടും. പള്ളിയിൽ നിന്ന് അച്ഛൻ എന്ന് പറഞ്ഞാലും ഞാൻ തുറന്നുവിടൂല. നീ പോടാ മീന്തലയാ. ഞാനേ നിന്റെ അപ്പനാ. കൂട്ടാനെ കൊണ്ട് ചങ്ങലയും കൊണ്ട് വന്നാലേ നിന്റെ കൈ വെട്ടി ഞാനത് മാറ്റും. കേട്ടോടാ കേട്ടോടാ പുല്ലേ. അച്ഛന്ന് പറഞ്ഞപ്പോ പൂവാവൻ പേടിച്ചിട്ട് കളി ജയിച്ചിട്ട് പാർട്ടി നടത്തിക്കളയാം. മൂപ്പീന്ന് ഞാൻ കൂട്ടി എല്ലാരും കൂടെ ക്യൂ ആയിട്ട് അങ്ങ് രാജിച്ചന്റെ ഷാപ്പിലോട്ട് വന്നാൽ. അച്ഛനെവിടെ? പള്ളിയിൽ പോയാ? ഇല്ല, അച്ഛൻ ഉണ്ണിപ്പിള്ളയുമായിട്ട് MLA സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഓ ശരി ശരി, അപ്പൊ ഷാപ്പിൽ കാണാം. ഈ കരയിലെ അനാഥരായ വയസ്സന്മാർക്കൊരു താവളം, അതിനാ അച്ഛൻ ഈ വൃദ്ധസദനം നടത്തുന്നത്. ജോയിച്ചന് കഴിയുന്ന രീതിയിലൊന്ന് സഹായിക്കേ. ആ ശരി, ഓക്കെ.
അച്ഛൻ്റെ വയസ്സൻ പിള്ളേർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജോയിച്ചാൻ വൃദ്ധസദനത്തിന് പുതിയ മേൽക്കൂര പണിയും. സ്വർണം വിറ്റ് കിട്ടുന്ന പൂത്ത കാശാനെ കയ്യില്. എവിടുന്ന് ഞാൻ കുറെ ശ്രമിച്ചതല്ലയോ. ആ പാവങ്ങള് ഭാഗ്യമില്ലാത്തവരാ. പിന്നെ ഇസഹാക്കിന്റെ സന്മനസ്സുകൊണ്ട് അന്നം മുട്ടാതെ കഴിയുന്നു, അത്ര തന്നെ. ഇസഹാക്കോ? അതേന്ന് അവന്റെ അപ്പം വേളാങ്കണ്ണി സദനത്തിലാ. കടാലിൽ പോയി കിട്ടുന്ന 500 ആയാലും 5000 ആയാലും അവൻ അവർക്ക് വേണ്ടിയിട്ടാ ചെലവാക്കുന്നത്. തള്ളെ കടലെടുത്തെങ്കിലും പെറ്റവയറിന്റെ പുണ്യം എന്നൊക്കെ പറയുന്നത് ഇസഹാക്കിനെ പോലുള്ളവരെയാ. ഇവിടെ എനിക്കും ഉണ്ടൊരു സന്തതി, അറിയാലോ അവന്റെ സ്വഭാവം. ഇസഹാക്കിനെ കാക്കുന്നത് മാലാഖയാണെങ്കിൽ അവന് കാവൽ നിൽക്കുന്നത് ചെകുത്താനാ. അതാ അവൻ ജനിച്ചപ്പോ തന്നെ തന്തയുടെ തലയെടുത്തത്. ഞാൻ ഇനി ഇവിടുത്തെ പെണ്ണുങ്ങളെ നശിപ്പിക്കും. വിളിക്കണം തന്റെ പോലീസിനെ, വിളിക്കാൻ. ജസ്റ്റിൻ, എന്താടാ ഇത്? എന്ത് കുരുത്തക്കേടാ മോനെ നീ കാണിക്കുന്നത്? സ്വന്തം അമ്മാവനെ തല്ലുക. തല്ലല്ല, കൊല്ലു ഞാൻ. കൊന്ന് കടലറിയും. ഇയാൾ ആ തള്ളക്ക് ദൈവമായിരിക്കും, പക്ഷെ എനിക്ക് പുല്ല. മാറോട്.